സ്ത്രീയായി പിറന്നവൾ പഠിക്കേണ്ടതില്ല, അവൾ ജോലിക്ക് പോകേണ്ടതില്ല, വിവാഹം കഴിക്കലും ഭർത്താവിനെ നോക്കലുമാണ് അവളുടെ പണിയെന്ന് തുടങ്ങി നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ആപ്തവാക്യവും പറഞ്ഞുവെച്ച് എത്ര സാമർഥ്യമുണ്ടെങ്കിലും ശൂദ്രൻ ധനം സമ്പാദിച്ചുകൂടാ എന്നും ബ്രാഹ്മണരല്ലാത്ത ജാതിയിൽ താഴ്ന്ന മറ്റു മനുഷ്യർ മരിച്ചു പോകുന്നതൊരു വിഷയമേ അല്ലെന്നും ജാതിയിൽ താഴ്ന്ന മനുഷ്യർ രാജഭരണത്തിൽ ഇടപെട്ടാൽ പ്രാണൻ പോകുന്ന ശിക്ഷ നൽകാമെന്നുമൊക്കെ അങ്ങേയറ്റം ക്രൂരതയുടെ ജാതിക്രമം പറയുന്ന ഒരു പുസ്തകം. എത്ര വെളുപ്പിച്ചാലും വെളുക്കാത്തൊരു വെറുപ്പിന്റെ പുസ്തകം. രാജ്യതലസ്ഥാനത്ത് ഒരു സർവകലാശാല സിലബസിൽ ഉൾപ്പെടാതെ പോയത് ഇക്കാലത്ത് അക്കാര്യങ്ങൾ പറയുന്നത് പോയിട്ട് ആലോചന പോലും അപരാധമാണ് എന്നറിയുന്ന തലയ്ക്ക് വെളിവുള്ള അധ്യാപകരുടെ അമർഷത്തിൽ അടിയറവായതാണ് ആ നിർദ്ദേശം. അല്ലെങ്കിൽ ആ വിദ്വേഷവാണികൾ ഡൽഹി സർവകലാശാല കുട്ടികൾ കുത്തിയിരുന്ന് പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. സിലബസുകളിലെ ഏച്ചുകെട്ടലുകൾ, ചരിത്രം വെട്ടിനിരത്തിലുമൊക്കെ ഒരു ന്യൂ നോർമലായ രാഷ്ട്രീയ കാലത്ത് ആ മനുസ്മൃതി പഠിപ്പിക്കാനുള്ള നിർദ്ദേശമടക്കം സാഫ്രണൈസേഷൻ പ്രൊജക്റ്റാണെന്ന് പറയലാണ്. ആ ഗ്രാൻഡ് നറേറ്റീവിന്റെ ഭാഗമാണ് കേരളത്തിലടക്കം BJP ഇതര സംസ്ഥാനങ്ങളിൽ ഭരണം കുട്ടിച്ചോറാക്കാൻ ആലങ്കാരിക പദവികളിൽ അധികാരപ്രയോഗം നടത്തുന്ന ഗവർണർമാരുടെ പ്രധാന പണിയെന്ന് പേർത്തും പറയലാണ് പ്രതിപക്ഷം അവരുടെ രാഷ്ട്രീയ ആശങ്ക. ആ ശത്രുരാജ്യം പാകിസ്ഥാനെയും ന്യൂനപക്ഷ കുരുതിക്കളം ബംഗ്ലാദേശിനെയും ഒക്കെ ചേർത്ത് വെച്ച് ആർക്കും അറിയാത്ത ഏതോ ഒരു ഉട്ടോപ്യൻ ഭൂപടം പശ്ചാത്തലമാക്കി ഒരു RSS സിംബോളിക് ചിത്രം കേരളത്തിലെ നമ്പർ 1 സർവകലാശാലയുടെ സ്വാസ്ഥ്യം തകരാറിലാക്കിയിട്ട് പരിഹാരം കാണാത്ത 6ാം നാളാണ്. ഏതെങ്കിലും അക്കാദമിക് ചർച്ചകളിലെ കാമ്പുള്ളൊരു സംവാദമല്ല. കേവലം ഒരു സാങ്കല്പിക ചിത്രത്തിൽ തുടങ്ങി ചട്ടവിരുദ്ധ പുറത്താക്കലും അടിച്ചിറങ്ങുന്ന ഇൻഡാസുകളും അടക്കം അധികാര കേന്ദ്രങ്ങൾ രണ്ടായി പിളർന്ന് ഈഗോ രാഷ്ട്രീയം പുളയ്ക്കുന്ന യുദ്ധമാണ് ചേരിപ്പോര്. അധികാര കേന്ദ്രങ്ങളുടെ വാളോങ്ങി നിൽക്കലിൽ അതിർത്തിയിൽ ഒരു പട്ടാള പാരക്കൽ എന്ന മട്ടിൽ കാക്കിപ്പടയും കലാപങ്ങളും അടക്കം ഈ കേരളത്തിന്റെ ഒരു അക്കാദമിക തലപ്പൊക്കത്തെ ശ്വാസം മുട്ടിച്ച് ഏത് അജണ്ടാ പ്രതിഷ്ഠയ്ക്കാണെങ്കിലും നിങ്ങൾ നേടുന്ന ഒരു ആത്മാനന്ദമുണ്ടല്ലോ, അത് കുട്ടികളെ വഴിയാധാരമാക്കലാണ്, തുലക്കലാണ്. ആ സമരമുഖത്ത് കേട്ടു ഒരു ജാഗ്രതയുടെ കാവൽ ശബ്ദം. ഈ നാട്ടിലെ കർഷക തൊഴിലാളിയുടെ, സാധാരണക്കാരുടെ, പട്ടിണിപ്പാവങ്ങളുടെ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഞങ്ങൾ ചോര കൊടുത്തും സംരക്ഷിക്കും, ഒരു തിട്ടൂരവും നടപ്പാക്കാൻ സമ്മതിക്കില്ലത് കേരളമാണ്. ആലപ്പുഴക്കാരൻ ചെറുപ്പക്കാരന്റെ ശബ്ദം അവന്റെ മാത്രം ശബ്ദമല്ല, ഈ മതേതര നാടിന്റെ ശ്വാസമാണ്. ദുഷ്ടലക്ഷ്യങ്ങളുടെ ദുരധികാര കോട്ടകൾക്കുള്ള ശാസന.